ആഗമനകാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 18 മുതൽ 25 വരെ. വിചിന്തനം: അനുഭവങ്ങളല്ല, അവയോടുള്ള പ്രതികരണ ശൈലികളാണ് വ്യക്തിത്വ നിർണയത്തിന് ആധാരം. ക്രിസ്മസിനുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളിൽ അവസാനത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു ചെറിയ ചിന്ത, അല്പം വ്യത്യാസപ്പെട്ടൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിരന്തരം ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് വലുതാകാം, ചെറുതാകാം. പലതിലും നമുക്ക് നിയന്ത്രണം ഉണ്ടാകാതിരിക്കാം, ചിലതിൽ നിയന്ത്രണം ഉണ്ടാകാം. വലുതോ ചെറുതോ, നമ്മുടെ നിയന്ത്രണം ഉള്ളതോ ഇല്ലാത്തതോ എന്തെങ്കിലുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവവും നമ്മെ സംബന്ധിച്ച് പ്രാധാന്യമേറിയത് തന്നെ. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമേറിയതല്ലേ ആ സംഭവിക്കുന്ന ഓരോന്നിനോടും നമ്മൾ പുലർത്തുന്ന മനോഭാവങ്ങളും ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രകടിപ്പിക്കാനിടവരുന്ന പ്രതികരണ ശൈലിയും എന്നുള്ളതാണ് ആ ചിന്ത. എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നതിനേക്കാൾ കൂടുതൽ ആ ഉണ്ടാകുന്ന സംഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണ ശൈലിയാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ വിലയിരുത്തുന്നതിനു വേണ്ടിയുള്ള മാനദണ്ഡമായിട്ട് സമൂഹം അംഗീകരിക്കാനിടവരിക. ഞാൻ സവിശേഷമായ രീതിയിൽ എന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോന്നിനോടും ഞാൻ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിലയിരുത്തപ്പെടുക സവിശേഷമായ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും. നേരെ മറിച്ച് എന്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടവരുന്ന ഓരോന്നിനോടും അത്ര വിശേഷവിധമായിട്ടല്ലാത്ത ഒരു പ്രതികരണ ശൈലിയും മനോഭാവമാണ് ഞാൻ പുലർത്തുന്നത് എന്ന് വരികിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ വിലയിരുത്തപ്പെടുക. അപ്പോ സംഭവിക്കുന്ന വസ്തുതകളേക്കാൾ സംഭവിക്കുന്ന വസ്തുതകളോട് നാം ഓരോരുത്തരും പുലർത്തുന്ന മനോഭാവവും പ്രതികരണ ശൈലിയുമാണ് പ്രാധാന്യമേറിയത് എന്ന ആ ചിന്ത എന്നിലേക്ക് കടന്നുവരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, മറിയവും യൗസേപ്പും, അവരുടെ പ്രതികരണ ശൈലി, അവരുടെ മനോഭാവങ്ങൾ, ജീവിതത്തിൽ അവർ അനുഭവിക്കാനിടവരുന്ന ഓരോ വസ്തുതയോടും അവർ പുലർത്തിയ മനോഭാവം അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കാനിടവന്നു, എങ്ങനെ നാം അവയെ വിലയിരുത്താനിടവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതം എത്രയോ ശ്രേഷ്ഠകരമായി എന്നുള്ള ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മറിയം അന്നത്തെ സമൂഹത്തിലെ ശ്രേഷ്ഠമായ ഒരു തറവാട്ടിൽ പിറന്ന കുലീനമായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കാനിടവന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി. ശാലീനത, ശാന്തത, എല്ലാ തരത്തിലും നന്മയുടെ വിളനിലമായി ഈ മണ്ണിലേക്ക് ജനിച്ചു വീഴാനിടവന്ന ഒരു കുട്ടിയായിരുന്നു മറിയം. ആ മറിയത്തിന്റെ മാതാപിതാക്കന്മാര് യോവാക്കീം മന്നയ്ക്ക് ദാമ്പത്യത്തിന്റെ വാർദ്ധക്യത്തിലെ ലഭിച്ച ഏകസന്താനമാണ് മറിയം. അതിനാൽ തന്നെ ദൈവത്തിന്റെ പ്രത്യേക ഒരു നിധി എന്ന നിലയിലാണ് ആ മാതാപിതാക്കന്മാർ ആ കുട്ടിയെ വളർത്തിവന്ന് കാണുക.
ആ കുട്ടി അതിനനുസരിച്ച് എല്ലാ തരത്തിലും മാതൃകായോഗ്യമായ രീതിയിലുള്ള ഒരു ജീവിതശൈലിക്ക് രൂപം കൊടുത്തുകൊണ്ട് ആ കുട്ടി വളർന്നു വരികയായിരുന്നു. യുവതിയായി ആ പ്രായത്തിലെ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളനുസരിച്ച് ആ യുവതിക്ക് ഒരു വിവാഹാലോചനയുടെ ഘട്ടം വന്നു. വിവാഹാലോചന തുടങ്ങുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയേറെ മേൽത്തട്ടിൽ നിൽക്കാൻ ഇടവന്നില്ല എന്ന് വരികിൽ തന്നെ സ്വഭാവത്തിന്റെ കാര്യത്തിലും കുലത്തിന്റെ കാര്യത്തിലും വളരെ ശ്രേഷ്ഠത പുലർത്തണമെന്ന് അവളുടെ മാതാപിതാക്കന്മാരെ നിർബന്ധം പിടിച്ചു കാണണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയത് യൗസേപ്പ്, ദാവീദ് രാജാവിന്റെ ഗോത്രത്തിൽ പിറന്ന യൗസേപ്പ് എന്നൊരു യുവാവിനെയായിരുന്നു. അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായി ആ യൗസേപ്പിനെപ്പറ്റി സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന നിലവാരമില്ല എന്ന് വരികിലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും വളരെ താൽപര്യവും എന്നല്ല പരക്കെ അംഗീകൃതവുമായിട്ടുള്ള ഒരു യുവാവായിരുന്നു സമൂഹത്തിൽ യൗസേപ്പ്. അതുതന്നെ പറ്റിയ വരൻ എന്ന് വിചാരിച്ച് വളരെ ശാന്തവും ശാലീനവും നന്മകളാൽ പരിപൂർണവുമായിട്ടുള്ള മറിയത്തെ വിവാഹത്തിനായിട്ട് നിശ്ചയിക്കുന്നു. വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന അവസരം മറിയം വളരെ കുലീനമായ രീതിയിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടില് ഇണങ്ങുന്ന രീതിയിൽ വളരെ ശാന്തമായി മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ഒരു യുവതി. വിവാഹാലോചന കഴിഞ്ഞിരിക്കുന്ന അവസരത്തില് അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹത്തിന് നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഒരു ദിവസം ഒരു അപരിചിതനായിട്ടുള്ളൊരു വ്യക്തി മറിയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ വ്യക്തി മറിയത്തിനോട് പറയുന്നു, നന്മ നിറഞ്ഞവളെ സ്വസ്തി. മറിയത്തിന് അസ്വസ്ഥതയായി. ഈ അപരിചിതൻ ആര്? എന്തുകൊണ്ട് എന്നെ നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുന്നു എന്ന് പല ചിന്തകളും മറിയത്തിന് വന്നു കാണും. ഈ വ്യക്തി മറിയത്തിനോടായിട്ട് പറയുകയാണ്, നീ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടിയെ നീ ഗർഭം ധരിക്കും. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ആ യുവതി ഗർഭവതിയാകും എന്ന് അപരിചിതൻ പറയുമ്പോൾ സാധാരണ ഒരു പെൺകുട്ടിക്ക് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങള് സാമാന്യം ചിന്തിക്കാൻ വിഷമവുമില്ല. തീർച്ചയായിട്ടും അതിനെ പ്രതിഷേധിക്കും, തീർച്ചയായും എതിർക്കും. അത് ജീവിതത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ ഒരു പെൺകുട്ടിയും തയ്യാറാകില്ല. കാരണം ഇത് ആ കുട്ടിയുടെ ജീവിതത്തെ ആകമാനം ചോദ്യം ചെയ്യുന്നതാണ്. സമൂഹത്തിലുള്ള അവളുടെ നില അപമാനിതരാകാൻ ഇടവരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഭാവി വരന്റെ മുമ്പിലുള്ള അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ധാർമ്മികമായിട്ടുള്ള അവളുടെ ജീവിതശൈലിയെ ചോദ്യം ചെയ്യുന്ന നിലപാട്, അതുതന്നെയല്ല ജീവിതത്തിലെ ഭാവിയിൽ ഏറ്റെടുക്കാൻ ഇടവരുന്ന ദുരന്തമായിട്ടുള്ള യാതനകള്, ദുരന്തമായിട്ടുള്ള നാടകങ്ങളുടെ ഇതിവൃത്തങ്ങള് ഇങ്ങനെ ഭാവനയില് പൊങ്ങിവരിക സ്വാഭാവികമാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായും സാധാരണ ഒരു പെൺകുട്ടി ശക്തമായ രീതിയിൽ അതിനെ പ്രതിഷേധിക്കും, അതിനെ എതിർക്കും. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ പ്രതിഷേധിക്കാനുള്ള കാരണങ്ങളാണ് മറിയത്തിനുള്ളത്. കാരണം ഒരു തരത്തിലും കളങ്കമില്ലാത്ത ആ പെൺകുട്ടി വിവാഹം നിശ്ചയിച്ചിരിക്കെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഗർഭവതിയായി തീരുമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മുമ്പില് ഇത്രയേറെ അപമാനം വരുത്തിവെക്കാവുന്ന മറ്റൊന്നില്ല. കുടുംബത്തിനും അത് അപമാനം, വ്യക്തിക്കും അപമാനം, ഭാവി വരന്റെ മുമ്പില് ധാർമ്മികമായിട്ട് അവളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ ഇടവരുന്ന ഒരു കൃത്യം.
ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് മറിയം വളരെ വളരെ ഉദ്യോഗത്തോടുകൂടെ ആ അപരിചിതനോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ മറിയത്തിന്റെ അസ്വസ്ഥത ആ ചോദ്യത്തിൽ നിഴലിക്കുന്നതായിട്ട് കാണാം. അപരിചിതൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറിയം വളരെ ആഴത്തിൽ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, വളരെ നന്നായി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ആലോചനയും ചിന്തയ്ക്കും നമുക്ക് ധ്യാനം എന്ന് പേര് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ധ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറിയം എത്തിച്ചേരുന്ന ഒരു നിഗമനമാണ്, ദൈവം അങ്ങനെ നിശ്ചയിക്കുന്നുവെങ്കിൽ ഞാൻ ആരാ അതിനെ എതിർക്കാൻ? അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് ഇത്രയേറെ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഇടവരുന്ന ആ സംഭവത്തിനോട് മറിയം പ്രതികരിച്ച രീതി. ഇത് സാധാരണ രീതിയിൽ അങ്ങനെ പ്രതികരിക്കാവുന്ന ഒരു സംഭവമല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സാധാരണ മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറം ദൈവികമായിട്ടുള്ള ചില ചിന്തകളോടുകൂടെ ജീവിച്ച് വളരാൻ ഇടവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഭാഗ്യത്തിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിന് അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അതിന്റെ തിന്മകളുടെ ഭവിഷ്യത്തുകൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് മറിയം അതിന് സമ്മതം മൂളുകയാണ്. ആ സമ്മതം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ ഞെരുക്കുന്ന ഒന്നായിരുന്നു. വറവുചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ജീവിതം എരിയപ്പെടുന്ന ഒരു വലിയ തീരുമാനമായിരുന്നു അത്. ആ തീരുമാനം തന്നെ മറിയം എത്രയോ ശാന്തമായി, എത്രയോ ശ്രേഷ്ഠമായ രീതിയിൽ, എത്രയോ ഭാവാത്മകമായ രീതിയിൽ, നല്ല നിലയിൽ ആ ദുരന്തം ആകാവുന്ന ആ സാഹചര്യത്തോട് മറിയം പ്രതികരിക്കുകയാണ്. തന്റെ വരൻ ഇതറിയുന്നില്ല. എന്നാൽ സമയത്തിന്റെ പൂർണ്ണതയിൽ വരനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യൗസേപ്പ് ഇത് മനസ്സിലാക്കുന്നു. തന്റെ ഭാര്യയാകാൻ പോകുന്ന, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മറിയം ഗർഭവതിയായിരിക്കുന്നു. ആ യുവാവിലുണ്ടാകുന്ന ചിന്ത, തീർച്ചയായിട്ടും ആദ്യത്തെ ചിന്ത, അവൾ എന്നെ ചതിച്ചു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവള് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവളാണ്, നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എന്നെ ചതിച്ചു അവള് എന്നൊരു ചിന്തയാണ് ഏതു യുവാവിലും ആദ്യമായിട്ടുണ്ടാകുക. ആ യുവാവിലെ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ ഇടവരുന്ന മറ്റൊരു ചിന്ത, അതിന് പ്രതികാരം ചെയ്യാനുള്ള വൈരാഗ്യബുദ്ധിയാണ് യുവാക്കന്മാരിൽ സാധാരണയായിട്ട് കാണുക. എന്നാൽ ഈ യുവാവിനെ സംബന്ധിച്ച്, ഒരു യഹൂദനായിട്ടുള്ള യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം, അന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങളും തന്നെ ഈ യുവാവിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നിയമങ്ങളാണ്. തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭവതിയായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു യുവാവിന് അവളെ കൊല്ലാൻ പോലും നിയമം അനുവദിക്കുന്നുണ്ട്. അത് നിയമത്തിന്റെ തന്നെ കൂട്ട് അതിന്റെ പുറകിലുണ്ട്. ഇതും യൗസേപ്പിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഔസേപ്പിന്റെ പക്വമായിട്ടുള്ള ചിന്താരീതിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും അവളെ കൊല്ലാൻ അവൻ നിശ്ചയിക്കുന്നില്ല. അപമാനിതനായി താൻ സമൂഹത്തിന്റെ മുമ്പിലെ ഒരു തരം ഉത്തരം കൊടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതുവരെ ജീവിതത്തിൽ താലോലിച്ചിരിക്കുന്ന മൂല്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ യുവാവ് തന്നെ വലിച്ചിഴയ്ക്കാൻ ഇടവരുന്ന ഒരു നിമിഷം ആ യുവാവ് ചിന്തിക്കുകയാണ്. ചിന്തിച്ചിട്ട് തീരുമാനം ഇങ്ങനെ എത്തി, ഏതായാലും അവൾ എന്നെ ചതിച്ചു, ഞാൻ അതിന് പ്രതികാരം എന്ന നിലയിൽ അവളോട് കഠിനമായിട്ട് ഞാൻ പെരുമാറാൻ ഉദ്ദേശിക്കുന്നില്ല. അവളുടെ മാന്യതയും അവളുടെ വ്യക്തിത്വവും ഞാൻ മാനിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അപരനെ ബഹുമാനിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യൗസേപ്പ്
ഇങ്ങനെയാണ് നിശ്ചയിച്ചത്, ഞാൻ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? രഹസ്യത്തിൽ ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവൾക്ക് ഭർത്താവാകില്ല, അവൾ എനിക്ക് ഭാര്യയാകില്ല. പക്ഷെ പരസ്യമായിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അവളുടെ സൽപ്പേര് വീണ്ടെടുക്കാൻ എനിക്ക് സാധിക്കും, അവരുടെ മാനം കാക്കാൻ എനിക്ക് സാധിക്കും. സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ അവളുടെ ഭർത്താവാകും. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിൽ ഒരു തരത്തിലും ഞാൻ അവളുടെ ഭർത്താവായിട്ട് നിൽക്കുകയില്ല, അവള് എന്റെ ഭാര്യയാകാനും ഇടവരില്ല. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു യാഥാർത്ഥ്യം ഔസേപ്പിനെ തുറച്ചു നോക്കുന്നുണ്ട്. തന്റേതല്ലാത്ത ഒരു കുട്ടിയുടെ പിതൃത്വത്തിന്റെ ഉത്തരവാദിത്വം സമൂഹത്തിന്റെ മുമ്പിൽ യൗസേപ്പ് ഏറ്റെടുക്കേണ്ടി വരും. ഇതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് യൗസേപ്പ് ഈ തീരുമാനത്തിലെത്തുന്നത്. ഞാൻ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കും, പക്ഷെ പരസ്യമായിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കും. അങ്ങനെ അവളുടെ സൽപ്പേര് നിലനിർത്താൻ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും. ഇതിനെ സംബന്ധിച്ച് യൗസേപ്പ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാ പറയണത്. ആ ആലോചിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ധ്യാനിക്കുക എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. ഇതാണ് ധ്യാനം. ഔസേപ്പ് വീണ്ടും ധ്യാനിക്കുകയാണ്. ആ വിഷയത്തെ പറ്റിയിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തിനോട് ആലോചന ചോദിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ താൻ ഇനി എന്ത് ചെയ്യണം, എന്ത് കാഴ്ചപ്പാടുകളാണ്, എന്തു മനോഭാവങ്ങളാണ് ഞാൻ പുലർത്തേണ്ടത്, ഏതു തരത്തിലാണ് ഞാൻ അതിനോട് പ്രതികരിക്കേണ്ടതെന്ന് ദൈവമായിട്ടുള്ള ആലോചനയാണ്. ആ ആലോചനയാണ് ഔസേപ്പിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ നിദ്ര എന്ന് വേണമെങ്കിൽ പറയാം. ആ നിദ്ര എന്ന്, ഔസേപ്പിന്റെ നിദ്ര എന്ന് പറയുന്നതാണ് മനുഷ്യാവതാരത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ധ്യാന നിമഗ്നനായിട്ട് കഴിയുന്ന യൗസേപ്പിന് മനസ്സിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ചില ചിന്തകൾ കയറി വരികയാണ്. ആ ചിന്തകളിൽ ഒരെണ്ണമാണിത്: യൗസേപ്പേ, നിന്റെ വ്യക്തിത്വത്തെ ആരും കളങ്കപ്പെടുത്തുന്നില്ല. മറിയം നിന്റെ ഭാര്യയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാര്യ ഒരു തരത്തിലും കുറ്റം ചെയ്തവളല്ല, ഒരു തരത്തിലും പാപം ചെയ്തവളല്ല. അവളുടെ തെറ്റുകൊണ്ട് അവള് ഗർഭവതിയായതല്ല. സാക്ഷാൽ ദൈവം അങ്ങനെ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ ഭാര്യയെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്ത നിന്റെ ഭാര്യയെ നീ തെരഞ്ഞെടുക്കാൻ ഒരിക്കലും വിഷമിക്കേണ്ട. ആ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ നീയെ അത്യുന്നതന്റെ പുത്രനായിട്ട് തീരും. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ആ പുത്രനെ നീ യേശു എന്ന് പേര് വിളിക്കണം. നീ ആ കുഞ്ഞിനെ വളർത്തണം. ആ വളർത്തുന്നതിന് വേണ്ടി വരുന്ന എന്തെല്ലാം വിപത്തുകളായാലും ആ വിപത്ത് നീ ഏറ്റെടുക്കണം. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇത് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള ചിന്ത യൗസേപ്പിന്റെ ധ്യാനത്തിന്റെ ഫലമായിട്ടാണ് ഔസേപ്പിലെ രൂഢമൂലമാകുന്നത്. ധ്യാനം ദൈവവുമായിട്ട് ബന്ധപ്പെടുക. ആ ബന്ധപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര വലിയ പ്രതിസന്ധികളായാലും ആ പ്രതിസന്ധികളെ നേരിടുന്നതിനു വേണ്ടിയുള്ള വേണ്ട ചിന്തകള്, വേണ്ട തീരുമാനങ്ങള്, വേണ്ട വെളിച്ചം, വേണ്ട കേൾപ്പ്, വേണ്ട ധൈര്യം വ്യക്തികൾക്ക് നൽകപ്പെടുന്നത് എന്ന വലിയൊരു ചിന്ത, വലിയൊരു തത്വം, വലിയൊരു ആദർശ്യം ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയാണ്. മറിയത്തിന്റെ മുമ്പിൽ വെക്കപ്പെട്ടിട്ടുള്ള കഠിനമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തെ കണ്ട് മറിയം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ധ്യാനത്തിന്റെ ഫലമായിട്ട് മറിയം എത്തിച്ചേർന്നിരിക്കുന്നു വളരെ ഭാവാത്മകമായിട്ട്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ, സവിശേഷമായ രീതിയിൽ ആ സംഭവത്തിനോട് പ്രതികരിക്കാൻ വേണ്ട ശക്തി മറിയം സംഭരിക്കാനിടവരുന്നു. ദൈവത്തിന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ ദാസി. ഇനി ഔസേപ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനിഷ്ടകരമായിട്ടുള്ള സംഭവം അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ അതും ദൈവമായിട്ടുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിൽ അവന് എത്തിച്ചേരാൻ ഇടവരുന്നു.
വളരെ നല്ല ഒരു മനോഭാവം അതിനോട് പുലർത്താനും അതിന്റെ ഫലമായിട്ട് ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങള് ഏറ്റെടുക്കാനുള്ള കെൽപ്പ് നേടിയെടുക്കാനും അവന്റെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന ചിന്തകൾ ദൈവം അവനിൽ നിറയ്ക്കുന്നു. അങ്ങനെ അവൻ ധ്യാനം കഴിഞ്ഞ് മറിയത്തെ അവൻ സ്വീകരിക്കുന്നു. രഹസ്യത്തിലും പരസ്യമായിട്ടും മറിയം അവന്റെ ഭാര്യയായിട്ട് തീരുന്നു. അവളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് യേശു എന്ന് നാമകരണം ചെയ്യപ്പെടാൻ ഇടവരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ മറിയത്തിന്റെയും ഔസേപ്പിന്റെയും ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളോട് അവരുടെ പ്രതികരണം നല്ല നിലയിലായതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടവന്നത്. അവരുടെ പ്രതികരണം മറിച്ചായിരുന്നു എന്ന് വരികില് ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ലോകത്തിലുണ്ടാകുമായിരുന്നു. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രൻ തന്നെ മണ്ണിലേക്ക് അവതരിച്ച ആ വലിയ സംഭവം ഇവരുടെ പ്രതികരണത്തിന്റെ വൈശിഷ്ട്യം കൊണ്ട് അത് സംഭവിക്കുകയാണ്. ആ സംഭവം അങ്ങനെ ഒരു നിമിഷത്തിൽ ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതങ്ങൾ മുഴുവനും ധന്യമായി തീരുന്നില്ല. നീണ്ട നീണ്ട യാതനകള്, നീണ്ട ദുരന്തങ്ങള് മറിയത്തിന്റെ ജീവിതത്തിലും ഔസേപ്പിന്റെ ജീവിതത്തിലും ഉണ്ടാകിയായിട്ട് നാം സുവിശേഷങ്ങളിൽ നിന്ന് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഉൾക്കൊള്ളാൻ, ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കാനുള്ള ശക്തി കിട്ടിയത് അവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ ദൈവവുമായിട്ട് ആലോചന ചോദിച്ചപ്പോഴാണ് അവരുടെ മനസ്സിനെ അവർക്ക് ഒരുക്കാൻ സാധിച്ചത്. ഇത് വലിയൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ മറിയത്തിനും യൗസേപ്പിനും ഉണ്ടായ അത്രയും തീക്ഷ്ണമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാളൊക്കെ ചെറിയ സംഭവങ്ങൾ, എന്നാൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ സ്വാധീനിക്കാനും നമുക്ക് പ്രാധാന്യം തോന്നിക്കുന്നതുമായിട്ടുള്ള പലതും സംഭവിക്കാം. അവയോട് നാം എങ്ങനെ പ്രതികരിക്കണം, എത്ര വിശേഷമായിട്ട് പ്രതികരിക്കണം, നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡമായിട്ട് തീരുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാമും ചെയ്യേണ്ട കാര്യങ്ങള്, അതിനെപ്പറ്റി നാം ദൈവമായിട്ട് ആലോചന ചോദിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കണം. ദൈവമായിട്ട് ആലോചന ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം സംഭവങ്ങളെപ്പറ്റി ബോധപൂർവം നാം അവധാനതയോടുകൂടി ചിന്തിക്കണം. കേട്ടു ഉടനെ തന്നെ തീരുമാനമെടുക്കരുത്. കണ്ടു ഉടനെ തന്നെ അതാണ് സത്യമെന്ന് വിചാരിക്കരുത്. കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വീണ്ടും വിലയിരുത്തി മറ്റുള്ളവരോടും ചോദിച്ച് ആലോചന ചോദിച്ച് ധ്യാനിച്ച് ദൈവമായിട്ട് പോലും ആലോചന ചോദിക്കുന്ന ഒരു പ്രകൃതി, ഒരു ശീലം വളർത്തിയെടുത്തെങ്കിലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന പക്വതയിലേക്കുള്ള ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാൻ ഇടവരുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് സംഭവിക്കുന്ന വലുതോ ചെറുതോവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാകട്ടെ അവയോട് നാം എത്ര കണ്ട് ശ്രേഷ്ഠമായ രീതിയിൽ പ്രതികരിക്കുന്നുവോ ആ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഇടവരിക. ആ പ്രതികരണ ശൈലിയാണ് ജീവിതത്തെ വിലയിരുത്താൻ വേണ്ടി സമൂഹം എടുക്കാൻ ഇടവരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രതികരണ ശൈലിയാണ് നമ്മുടെ ജീവിതത്തെ അളക്കുന്ന മാനദണ്ഡമായിട്ട് തീരുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കാൻ, വിശേഷമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം നാം അഭ്യസിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഈ അഭ്യാസമാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്ത ഒരുക്കം എന്ന നിലയിൽ നമ്മിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നത്, നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മറിയത്തിന്റെ പ്രതികരണ ശൈലി, നമ്മുടെ മുമ്പിൽ ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട ജോസഫിന്റെ പ്രതികരണ ശൈലി, ആ പ്രതികരണ ശൈലിയിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും അവധാനതയോടുകൂടി ചിന്തിച്ചുകൊണ്ട് പ്രതികരിക്കാൻ ഉള്ള ഒരു ശക്തി നേടിയെടുക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടെ ഞാൻ ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം അവസാനിപ്പിക്കുകയാണ്.